ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരി നോട്ട് എങ്ങനെ ഇടാം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരി ചെയിൻ പഠിച്ചു അല്ലേ? ആ ചെയിൻ സ്റ്റിച്ച് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയോ? പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്തവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ആരി നോട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർക്കിൻ്റെ എൻഡിലാണല്ലോ അല്ലേ ആരി നോട്ട് ഇടുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി എവിടെയാണോ നമുക്ക് നോട്ട് ഇടേണ്ടത് അവിടെ എന്ത് ചെയ്യുക, അതുപോലെ ചെയിനൊന്ന് കുറച്ച് നീട്ടി വലിച്ചു കൊടുക്കുക. വലിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, അതേപോലെ ചെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം വലിച്ചെടുത്ത ആ ചെയിൻ ഇങ്ങനെ ചെറുതായി വരും. ആദ്യത്തെ ചെയിന് നമ്മൾ രണ്ടാമത്തെ ചെയിൻ കൊടുക്കുന്നുണ്ടല്ലോ ഉള്ളിൽ, അപ്പോൾ ആദ്യത്തെ ചെയിൻ തന്നെ ചെറുതായി വരും. അതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ചെയിൻ ഉണ്ടല്ലോ ചെറുതായി വരുന്നുണ്ടല്ലോ, ആ ചെയിനെ തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഹുക്കിലൂടെ ഇടുന്നത്. എന്നിട്ട് താഴേന്ന് വലിക്കുമ്പം പതിയെ നമ്മുടെ ആ ഹുക്കിലുള്ള ആ ത്രെഡും വലിച്ചിട്ട് കണ്ടോ ഇവിടെ ഒരു ആരി നോട്ട് വീഴും. ഇങ്ങനെയാണ് നമ്മൾ ആരി നോട്ട് ചെയ്യേണ്ടത്. ഒന്നുകൂടെ കാണിച്ചു തരാം. അതുപോലെ കുറച്ച് ചെയിൻ ഇട്ട് കൊടുക്കുക. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഓക്കെ, നോക്കുക. നമ്മൾ ഈ ഒരു ചെയിന് നന്നായി നീട്ടി വലിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ഉള്ളിൽ തൊട്ടടുത്ത് ഗ്യാപ്പ് ഇടരുത്, തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ചെയിനിട്ട് വലിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ചെയിൻ ഉണ്ടല്ലോ നീട്ടി വലിച്ച ഈ ചെയിന് ചെറുതായി വരുന്നുണ്ട് അല്ലേ? ഇനി ആ ഒരു ചെയിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹുക്കിനെ ലോക്ക് ചെയ്തിടുന്നത്. നോക്കാം. ഈ ഒരു ഉള്ളിലുള്ള ചെയിൻ ഉണ്ടല്ലോ, ആദ്യത്തെ ചെയിനാണത്. ഈ ഒരു ചെയിനെ നമ്മൾ ഇതുപോലെ ഹുക്കിലേക്ക് കൊളുത്തി കൊടുക്കുക. കണ്ടോ? കൊളുത്തിയതിന് ശേഷം താഴേക്ക് ത്രെഡിനെ വലിച്ചെടുക്കുമ്പം നമ്മൾ ഈ ഒരു ത്രെഡിനെ പതിയെ വിട്ട് കൊടുക്കുക. ഹുക്കിന്ന് വിട്ട് കൊടുത്താൽ അവിടെ ആരി നോട്ട് വീഴും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആരി നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ ആ ചെയിനെ നീട്ടി വലിച്ചതിന് ശേഷം കണ്ടോ തൊട്ടടുത്ത് തന്നെ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? അതിന് ശേഷം നമ്മൾ ആദ്യം നീട്ടി വലിച്ച ആ ഒരു ചെയിനെ എന്ത് ചെയ്യുക, ഇതുപോലെ ഹുക്കിലേക്ക് എടുത്തിട്ട് താഴെ നിന്ന് വലിച്ചെടുക്കുക. കൈയോടുകൂടെ തന്നെ നമ്മളെ ഹുക്കിലുള്ള ആ ഒരു ത്രെഡിനെ വിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ആരി നോട്ട് വീഴും. അപ്പോൾ നന്നായിട്ടൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.